കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ട വീര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം 9 പേരുമായി 22 മിനിറ്റോളമാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. അതും ഒറ്റ ഗോളിന്റെ ഒരു സ്ലെൻഡർ ലീഡ് വെച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്ത് 3 പോയിന്റ് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിച്ചിരിക്കുകയാണ്. കാരണം വളരെ നിർണായകമായിരുന്നു ഒരു വിജയം. കാരണം ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത നിലനിർത്തണമെങ്കിൽ, പ്ലേ ഓഫ് എന്നുള്ള ഒരു സ്വപ്നം നിലനിർത്തണമെങ്കിൽ ആ ഒരു 3 പോയിന്റ് അത്യാവശ്യമായിരുന്നു. പഞ്ചാബിനെതിരെ എവേ മത്സരത്തിൽ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ്. 3 പോയിന്റ് നേടാൻ സാധിച്ചു. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചാബ് അത്ര സ്ട്രോങ് സൈഡ് അല്ല, അവരുടെ പല പ്രമുഖ താരങ്ങളും ഉണ്ടായിരുന്നില്ല, വീക്കർ സ്ക്വാഡായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും നമുക്ക് അതൊക്കെ പറയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചു. അതും വളരെ അത്ഭുതകരമായ രീതിയിൽ അവസാന നിമിഷം 22 മിനിറ്റോളം നന്നായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻഡ് ചെയ്തു. ഈ ഒരു കെട്ടുറപ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ നമ്മളൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും ഒത്തിണക്കത്തോടെ കളിച്ചു എന്നുള്ളതാണ്. 58-ാം മിനിറ്റിൽ മിലോസ് രണ്ടാമത്തെ മഞ്ഞക്കാർഡ് വാങ്ങി പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം വീണ്ടും 75-ാം മിനിറ്റിൽ ഐബാൻ ഡോഹ്ലിംഗ് സ്ട്രെയിറ്റ് റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക് പോകുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷന് ശേഷം പഞ്ചാബ് ശരിക്കും നന്നായിട്ട് പ്രഷറൈസ് ചെയ്തു. കാരണം മാക്സിമം അറ്റാക്ക് അവരുടെ ഭാഗത്ത് നിന്നായിരുന്നു. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിൽ തന്നെയായിരുന്നു അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. എല്ലാവരും കൈമേയ് മറന്ന് ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ സച്ചിൻ സുരേഷിന്റെ ഭാഗത്ത് നിന്നും നല്ല ഇന്റർവെൻഷൻസ് ഉണ്ടായിരുന്നു, സേവുകൾ ഉണ്ടായിരുന്നു. അവസരോചിതമായി തന്നെ സച്ചിൻ നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പോസിറ്റീവായുള്ള കാര്യമാണ്. പിന്നെ നോഹയുടെയും ലൂനയുടെയും പെർഫോമൻസ് അത് തന്നെയാണ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. നോഹ തുടക്കം മുതൽ അറ്റാക്ക് ചെയ്ത് കളിച്ചു. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കിന് കിട്ടിയ ഒരു റിവാർഡായിരുന്നു ആ ഒരു പെനൽറ്റി. ആ പെനൽറ്റി നന്നായിട്ട് തന്നെ വളരെ അനായാസം തന്നെ സ്കോർ ചെയ്യാൻ നോഹയ്ക്ക് സാധിച്ചു. പിന്നെ ലൂണയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു, ഒരു ലോങ് റേഞ്ച് ഷോട്ട്. അത് ഗോളാകുകയായിരുന്നെങ്കിൽ ഈ സീസണിലെ ലൂണയുടെ ആദ്യത്തെ ഗോൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം ലൂണയുടെ നല്ലൊരു ചിപ്പിംഗ് ബോൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഗോളാക്കാൻ മിലോസിന് സാധിച്ചില്ല. അപ്പൊ ലൂണയും നോഹയും അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. പിന്നെ നോഹയെ വലിച്ച് കൊയ്ഫിനെ കൊണ്ടുവന്നത് വിവാദമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനിൽ പെപ്രയെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പെപ്ര കുറച്ചുകൂടി ഡിഫൻസ് ഓറിയന്റഡ് ആയുള്ള കളിയും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് സെറ്റ് പീസസുകളൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പെപ്രയുടെ ഭാഗത്ത് നിന്നും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. നമ്മളത് കണ്ടു. 2 ക്ലിയറൻസ് ഒക്കെ പെപ്രയുടെ ഭാഗത്ത് നിന്ന് അവസാന സമയം ഉണ്ടായിരുന്നു. വളരെ ഹാർഡ് വർക്ക് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ശരിയാണ്, നോഹ ഉണ്ടാകുമ്പോൾ അറ്റാക്ക് നടക്കും. പക്ഷേ സിറ്റുവേഷൻ അങ്ങനെയല്ല. നമ്മൾ 9 പേരായി ചുരുങ്ങി. 9 പേരായി ചുരുങ്ങുമ്പോൾ ഏത് ടീമിനും ഡിഫൻസിലേക്ക് വലിയേണ്ടി വരും. കാരണം പഞ്ചാബിന് എളുപ്പത്തിൽ തന്നെ നമ്മുടെ പ്രതിരോധം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു തീരുമാനത്തെ അങ്ങനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട്. കാരണം പലപ്പോഴും അത് വലിയൊരു വിമർശനം വന്നിട്ടുണ്ട്, നോഹ എന്തിനാണ് പിൻവലിച്ചതെന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ്സ് ഒന്നും ഇല്ല. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബാക്ക് പാസസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു, മിസ് പാസസുകൾ ഉണ്ടായിരുന്നു, പുവർ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ള സാധാരണഗതിയിൽ ഇത്തരം ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പതറാനാണ് സാധ്യത. പക്ഷെ പതറാതെ തന്നെ അവർ പൊരുതി ആ ഒരു പോരാട്ട വീര്യത്തിൽ നമ്മൾ സെല്യൂട്ട് കൊടുക്കണം. കാരണം ഇന്നത്തെ ഹൈലൈറ്റ്, ഈ ഒരു മത്സരത്തിലെ ഹൈലൈറ്റ് പോരാട്ട വീര്യം തന്നെയാണ്. കാരണം 9 പേരുമായി കളിച്ചിട്ട് ഒരു ഗോൾ വഴങ്ങാതെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു. അതായത് ആ ഒരു ലീഡ് കീപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് വളരെ ഒരു അനുകൂലമായ സിറ്റുവേഷൻ അല്ല ആ മൈതാനത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടാണ് ഡൽഹിയിലേത്. പിന്നെ അതുകൂടാതെ തന്നെ നല്ല തണുപ്പ്. അപ്പം പല പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് 3 പോയിന്റ് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല പഞ്ചാബിന് ഒരു പകരം ചോദിക്കാനും സാധിച്ചു. കാരണം കൊച്ചിയിൽ ആദ്യ ലെഗിൽ 2-1 പരാജയപ്പെട്ട നമ്മൾ തിരിച്ച് ഒരു വിജയം നേടിയിരിക്കുകയാണ്. പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയി നമുക്ക് 1-0 വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. ഇപ്പം പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന കാര്യമാണ്. ഇനിയിപ്പം അടുത്ത മത്സരം വരുന്നത് ഒഡീഷയുമായാണ്. അത് കൊച്ചിയിലാണ് പോരാട്ടം. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 താരങ്ങൾ റെഡ് കാർഡ് കണ്ടതുകൊണ്ട് 2 താരങ്ങൾക്കും അടുത്ത മത്സരം മിസ്സാവും. ഒന്ന് മിലോസ്, പിന്നെ അതുകൂടാതെ തന്നെ മറ്റൊരു പ്രമുഖ താരമായ ഐബൻ. ഇവർ 2 പേരും ഇല്ലാതെ ഇറങ്ങേണ്ടി വരും. അതിനൊപ്പം തന്നെ ഡാനിഷിനും അടുത്ത മത്സരം കളിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവരുടെ അഭാവത്തിൽ ആരൊക്കെ ഇറക്കി ഒഡീഷയ്ക്കെതിരെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് ഒഡീഷയ്ക്കെതിരെ എങ്ങനെ നമ്മൾ ടീമിനെ ഇറക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് 3 പോയിന്റ് നേടി വിജയിച്ചിരിക്കുകയാണ്. അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വിജയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം. അത് ആ കളിക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം മത്സരശേഷം അല്ലെങ്കിൽ ആ ഒരു ഗോൾ നേടിയപ്പോഴൊക്കെ അവരുടെ മുഖഭാവങ്ങളിൽ ആ ഒരു ആഘോഷമൊക്കെ അതിനുള്ള ഒരു
സൂചന തന്നെയായിരുന്നു. കാരണം അത്രയ്ക്കും റിലീഫാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഒരു ഇന്ററിം കോച്ചിനൊക്കെ കീഴിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, 2 പരിശീലകരുടെ കീഴിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അവസാനമൊക്കെ തോമസ് ഷോർട്സ് അസിസ്റ്റന്റ് കോച്ച് ടൈമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം 7 മിനിറ്റോളമാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ലാസ്റ്റ് സ്റ്റോപ്പേജ് ടൈം. അപ്പോൾ അതിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും 3 പോയിന്റ് ലഭിച്ചു. അത് തന്നെയാണ് പോസിറ്റീവായുള്ള ഒരു കാര്യം. കൂടുതൽ വിമർശനങ്ങളിലേക്കൊക്കെ പോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.